അത് ഞാൻ പറഞ്ഞ ആ ദോശ ഉണങ്ങിയ പോലെ ഇരുന്നു. അതെടുത്ത് ഞാൻ പറഞ്ഞു ചൂട് കുറവായിരുന്നു. ജോഫിനൊന്നും മ്യൂട്ട് ചെയ്യേ. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം കണ്ടുകൂട്ടേ അല്ലേ? കുറച്ച് ദിവസമായില്ലേ ക്ലാസ്? അതെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ടേബിൾ കാറ്റഗറിയെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് അല്ലെ. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു എക്സാം ഒക്കെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? പനിയായിരുന്നോ? കഴിഞ്ഞ ദിവസം ലീവായിരുന്നു. ഓക്കെ, പനിയായിരുന്നില്ല, തലവേദനയായിരുന്നു. കുറച്ച് സ്ട്രെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ മോർണിംഗ് ലീവ് ആക്കിയത്. മാം അങ്ങനെ ലീവ് എടുക്കാറില്ല, തീരെ വയ്യെങ്കിലും ചോദിച്ചത്. ചോദിച്ചായിരുന്നു അപ്പോ എന്തുകൊണ്ടാണെന്നല്ലേ ടീച്ചറെ കാണാനൊക്കെ ചോദിച്ചു. ഓക്കെ, ചെറിയ തലവേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പിന്നെ രമ്യ മിസ് അല്ലേ ക്ലാസ് ഹാൻഡിൽ ചെയ്തത്? അതെ. ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും ചെറിയ ചെറിയ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മാം, ഈ കാറ്റഗറി 5 വരുന്നതല്ലേ ഈ മെഡിസിൻസും സൈറ്റോടോക്സിക് ഡ്രഗ്സ് എല്ലാം? ഏതായിരുന്നു? മോക്ക് ടെസ്റ്റില് കാറ്റഗറി 4ഉം കാറ്റഗറി 5ഉം വന്നിട്ടുണ്ടായിരുന്നു ഓപ്ഷൻസ് ആയിട്ട്. അതില് മെഡിസിന്റെ വരുന്നത് കാറ്റഗറി 5 അല്ലേ? ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ നാളെ പറഞ്ഞാൽ മതി. ഞാൻ നോട്ട് എടുത്തിട്ടില്ല ക്വസ്റ്റ്യൻസിന്റെ. അത് ഞാനൊന്ന് പറയാട്ടോ, നാളെ ഒന്ന് ചോദിക്കണേ. അതെ, ഇതില് ടെക്സ്റ്റില് പറയുന്ന കാറ്റഗറി 5 ആണ് മെഡിസിന്റെ ഡിസ്പെൻസർ. അതെ, പക്ഷെ മോക്ക് ടെസ്റ്റിൽ അത് 4 ആണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടത് മോക്ക് ടെസ്റ്റിൽ, അതാണോ? അതെ മാം. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഓക്കെ, ഈ ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്താ ചെയ്തപ്പോ പറ്റിയെന്ന് അറിയില്ല. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാട്ടോ എന്തായാലും. ഓക്കെ, ഇന്ന് നമുക്ക് എക്സാം ഇടണോ? നമ്മളുടെ ഫുൾ ഫോമിന്റെ എക്സാം കഴിഞ്ഞ വെനസ്ഡേ പറഞ്ഞതായിരുന്നു അല്ലേ? ആണോ? ഇപ്പൊ മറന്നുപോയോ പഠിച്ചതെല്ലാം? ഓർമ്മയുണ്ടോ? ഫുൾ ഫോം അല്ലേ? ഫുൾ ഫോമുകൾ മാത്രം. ഒരു 10 മാർക്സിന് ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. പിന്നെയാണ് നമുക്ക് വെനസ്ഡേ അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് പ്രശ്നം വന്നു.
പിന്നെ ഈ പറഞ്ഞ പോലെ ഫ്രൈഡേ ക്ലാസ് ഉണ്ടായില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല എടുക്കാനായിട്ട്. ഇപ്പൊ കുറെ ദിവസം അങ്ങനെ പോയി. ഓക്കെ, ഇത് എന്തായാലും നമുക്കൊരു ലാസ്റ്റ് ഒരു ക്ലാസ്, കുറച്ച് ക്ലാസ് എടുത്തിട്ട് ആ ഒരു 10 മാർക്സിന് എക്സാം ഇടാം. ഓക്കെ, ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാറ്റഗറിയാണ് പറഞ്ഞത് അല്ലെ? എല്ലാ കാറ്റഗറിയും ഏകദേശം ജസ്റ്റ് ഒന്ന് ആ പേര് മാത്രം ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ, കാറ്റഗറി നമ്പർ 1 നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റുകൾ. അതിന് യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ദെൻ കാറ്റഗറി 2 വരുന്നത് അനിമൽ വേസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും മാക്സിമം കുറെ കുട്ടികൾ, ഒത്തിരി നമ്മൾ എല്ലാ സ്റ്റുഡൻസും തന്നെ പഠിച്ചെന്ന് തോന്നുന്നു. ഓരോ കാറ്റഗറി എന്താണെന്നതിന്റെ പേര് മാത്രമെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് മറന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നും കൂടി നോക്കാം. കാറ്റഗറി 1 വരുന്നത് ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. Then category 2 animal waste, category 3 microbiology and biotechnology waste. Then category 4 വരുന്നത് waste sharp, needlesum മറ്റും ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ. Then category 5 discard medicines and cytotoxic drugs, ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസും മറ്റും. Then 6 വരുന്നത് solid waste, 7 വരുന്നത് soiled waste. 6 soiled, 7 solid waste. Then category 8 വരുന്നത് liquid waste. Then 9 incineration ash. Then 10 വരുന്നത് chemical waste. ഇത്രയും മെയിൻ ആയിട്ട് 10 കാറ്റഗറിയാണ് നമ്മൾ പഠിച്ചത്. അതിന് ഏത് കളറുള്ള ബാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നതുമാണ് നമ്മൾ ആ ടേബിളിലൂടെ നോക്കിയത്. Then ഇനി നമ്മൾ നോക്കാം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. ഇനി ഈ വേസ്റ്റുകളെയൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റോറേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, വായിക്കാം. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്. Unprocessed biomedical waste must be carried only in specially arranged vehicles like trolleys or in covered wheelbarrows. The bags container holding biomedical waste have to be tied before transportation. Before transporting bag containing biomedical waste, it has to be accompanied by a document signed from the nurse doctor that includes date, shift, quantity, and destination. Specialized vehicles need to be well enclosed. It should also be possible to wash the interior of the container completely. വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ജസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു വേസ്റ്റ് നമ്മൾ വേറൊരു മറ്റിടത്തേക്ക് എങ്ങനെയാണ് ഈ വേസ്റ്റുകൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെ? നമ്മൾ എങ്ങനെയൊക്കെയാണ് അത് സ്റ്റോറേജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നോക്കാം. അൺപ്രോസസ്ഡ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് ഈ വേസ്റ്റുകൾ മറ്റും കൊണ്ടുപോകുന്ന ഏരിയയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻസിൽ മീൻസ് വണ്ടികളിൽ കൊണ്ടുപോകുമ്പോൾ അത് സ്പെഷ്യലി അറേഞ്ച്ഡ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ലൈക്ക് ട്രോളിയോ അല്ലെങ്കിൽ കവേർഡ് വീൽ ബാരോസ്. വീൽ ബാരോസ് എന്ന് വെച്ചിട്ടുള്ള എന്താ? കവേർഡ് വീൽ ബാരോസ് കേട്ടിട്ടുണ്ടോ? വീൽ ബാരോസ് ഇത് ഫുൾ കവർ ചെയ്തിരിക്കുന്ന വണ്ടികൾ നമ്മൾ ഈ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? ചിലത് ഇങ്ങനെ നമ്മുടെ ഇപ്പോ നഗരസഭയിലും അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ നമുക്ക് സൈഡിൽ കൂടി പോകാൻ പോലും പറ്റില്ല അല്ലെ? പക്ഷെ ഇങ്ങനെയുള്ള അതായത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷൻസ് ഉള്ള വേസ്റ്റുകളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ അല്ലെ? അപ്പോ ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻസിൽ പോകുമ്പോഴും മറ്റ് ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക്, പബ്ലിക്കിന് പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ ഒരു ട്രോളി ടൈപ്പോ അല്ലെങ്കിൽ ഫുൾ കവേർഡ് ചെയ്തിട്ടുള്ള വാഹനങ്ങളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൊണ്ടുപോകേണ്ടത്. The bags container holding biomedical waste have to be tied before transportation. എന്താ ടൈഡ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈഡ് മീൻസ് നമ്മള് സാധാരണയായിട്ട് പറയാറില്ലേ, വലിച്ച് ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. ചില വലിയ വലിയ ലോറികളിലും മറ്റും കൊണ്ടുപോകണം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ടൈറ്റ് ആയിട്ട് ഷീറ്റ് ഒക്കെ ഇട്ട് മൂടി അല്ലെ? പല സംഭവങ്ങളും നമുക്ക് എന്താണെന്ന് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ മീൻസ് ലോറികളും കെട്ടി വെക്കുന്നവരോ ടൈറ്റ് ചെയ്തിട്ട് മീൻസ് പോകുന്ന വഴിയിൽ അത് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ലീക്ക് ആവാനോ മറ്റൊന്നും പാടില്ല. സോ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വലിച്ചു കെട്ടിക്കൊണ്ട് വേണം ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ കൊണ്ടുപോകുവാൻ. Before transporting bag containing biomedical waste, it has to be
accompanied by a document signed from the nurse. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോ വെറുതെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിട്ട് കളയാൻ അങ്ങനെ കൊണ്ടുപോകുന്നതല്ല, അതിന് പോകുന്നതിന് ഒരു പ്രോസസ്സും കാര്യങ്ങളും ഉണ്ട്. പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു അവരുടെ കയ്യില്, അതായത് മീൻസ് ആ വണ്ടിയുടെ ഡ്രൈവേഴ്സിന്റെ കയ്യില് അതിന്റെ ഒരു ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. ഈ ഡോക്യുമെന്റിന് നേഴ്സിന്റെ ഒരു സൈൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ നേഴ്സിന്റെയോ സൈൻ ഇടണം. അതുപോലെ തന്നെ തീയതി, ഇന്ന ഡേറ്റിലാണ്, ആ ദിവസം എത്രാം തീയതിയാണ്, ആ ഒരു ഡേറ്റ് ഇടണം. അതുപോലെ തന്നെ ആ ടൈം അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ക്വാണ്ടിറ്റി. അതുപോലെ ഡെസ്റ്റിനേഷൻ, എവിടേക്കാണ് ലക്ഷ്യസ്ഥാനം, എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്, അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഇത് കയ്യിൽ ഉണ്ടായിരിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ ആ ഡ്രൈവറിന്റെ കൈവശം ഈ ഒരു സംഭവം കയ്യിൽ വെക്കണം. ആ ഡോക്യുമെന്റ്സിൽ ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ നേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടാകും. ആ ദിവസത്തെ ഡേറ്റ് എഴുതി കാണും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി, അളവ്, ഷിഫ്റ്റിന്റെ ആ ഒരു ടൈം, എപ്പോഴാണ് അത് കൊണ്ടുപോകുന്ന ആ ഒരു ടൈം, എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ആ ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് എവിടെയാണ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ കയ്യിൽ വേണം. Then it should be also possible to watch the interior of container completely. അതുപോലെ തന്നെ വാഹനങ്ങൾ നന്നായിട്ട് എൻക്ലോസ് ചെയ്തിരിക്കണം, ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് അടച്ചിരിക്കണം. മീൻസ് പോകുന്ന വഴിക്ക് തുറന്നു പോയിട്ട് വേസ്റ്റ് ഒന്നും പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. കാരണം എന്താണ്, ഇൻഫെക്ഷൻസ് ഉണ്ടാകും അല്ലെ, പൊതുജനങ്ങൾക്ക് പബ്ലിക്കിനത് ഇൻഫെക്ഷൻസും മറ്റും കാര്യങ്ങൾക്കും മലിനീകരണമൊക്കെ സംഭവിക്കും. സോ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അത് ക്ലോസ് ചെയ്തിട്ട് തന്നെ വേണം കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ വാഷ് ദ ഇന്റീരിയർ ഓഫ് ദ കണ്ടെയ്നർ കംപ്ലീറ്റ്ലി. അതായത് കണ്ടെയ്നറിന്റെ ഉൾവശം പൂർണ്ണമായിട്ട് കഴുകാനും സാധിക്കണം അല്ലെ. കണ്ടെയ്നർ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, കണ്ടെയ്നർ ഓപ്പൺ ആക്കിയിട്ട് കഴുകാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ എവിടെയാണോ ഒരു ലക്ഷ്യസ്ഥാനത്ത് നിക്ഷേപിച്ചതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്യാനും സാധിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കണ്ടെയ്നർ ആയിരിക്കണം ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയോ? ജസ്റ്റ് എന്തൊക്കെയെന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻസിൽ. ഓക്കെയാണോ? ഇത് വായിച്ചു നോക്കി നിങ്ങള്, പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാലോ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലീക്ക് ഒന്നും വരാൻ പാടില്ല, ഡോറ് തുറന്നു പോകാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ്, ജസ്റ്റ് ഡോക്യുമെന്റ്സും കൂടി കയ്യിൽ വേണം. ഇന്ന വേസ്റ്റ് ആണ് കൊണ്ടുപോകുന്നത്, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ വരില്ലേ, അപ്പോൾ ഈ ഡോക്യുമെന്റ് കാണിച്ചാൽ മതി. ഹോസ്പിറ്റലിലെ വേസ്റ്റ് ആണ്, അപ്പോൾ ഡോക്ടറിന്റെ സൈൻ ഉണ്ടാവും, നഴ്സിന്റെ സൈൻ ഉണ്ടാവും, ഡേറ്റും ഡെസ്റ്റിനേഷനും അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയും എല്ലാ ഡീറ്റെയിൽസും ആ ഡോക്യുമെന്റ്സിൽ അടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. നോക്കാം, പേഴ്സണൽ സേഫ്റ്റി ഡിവൈസ്. ഇനി സ്വയം സുരക്ഷയ്ക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. The use of protective gears should be made compulsory for all the staff who handle waste. അല്ലെ, അപ്പൊ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് എന്ന് വെച്ചാൽ എന്താ, അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും മറ്റും നോക്കാം. അപ്പോ എന്തൊക്കെയാണ് ഈ നമ്മള് ഒരു സംരക്ഷണം പ്രൊട്ടക്റ്റീവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ? സ്റ്റാഫുകൾ ഈ വേസ്റ്റുകളും മറ്റും ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലില്. അപ്പോ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്ലൗസ്. ഗ്ലൗസ് നിങ്ങൾക്ക് അറിയാലോ, കയ്യോറ അല്ലെ, കയ്യോറിന്റെ വേസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അപ്പോ ഗ്ലൗസില് ഫസ്റ്റ് വൺ ഗ്ലൗസ് ആണ് നമുക്ക് വേണ്ടത്. ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടണം അല്ലെ. അപ്പോ എന്തൊക്കെയാണ് ഗ്ലൗസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഹെവി ഡ്യൂട്ടി റബ്ബർ ഗ്ലൗസ്, കുറച്ചും കൂടി നല്ല കട്ടിയുള്ള റബ്ബർ ടൈപ്പ് അങ്ങനെയുള്ള ഒരു ഗ്ലൗസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഭയങ്കര സോഫ്റ്റ് ഗ്ലൗസ് തന്നെ പല തരത്തിലുണ്ടാവും അല്ലെ.
ഭയങ്കര സോഫ്റ്റി ആയിട്ടുള്ള അങ്ങനെ പാടില്ല, കുറച്ചും കൂടി, കാരണം നമ്മൾ പറഞ്ഞ ഷാർപ്പ് ഒബ്ജക്ട്സ് മറ്റൊക്കെ ഉണ്ടാവില്ലേ. അപ്പോ സോ എന്ത് ചെയ്യാ, കുറച്ച് റബ്ബർ ടൈപ്പ് കുറച്ച് ഹെവി ആയിട്ടുള്ള തരത്തിലുള്ള ഗ്ലൗസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. Then this should be brightly yellowish in color. After handling the waste, the gloves should be washed 2 times. അല്ലെ, അപ്പോ ഗ്ലൗസ് ഒരു യെല്ലോയിഷ് കളറിലുള്ള ഗ്ലൗസ് ആയിരിക്കണം ധരിക്കേണ്ടത്. അതുപോലെ തന്നെ ആഫ്റ്റർ ഹാൻഡിലിംഗ് വേസ്റ്റ്, ഈ വേസ്റ്റ് ഗ്ലൗസ് ഇട്ട് എടുത്തതിനു ശേഷം അതെന്ത് ചെയ്യണം, 2 times വാഷ് ചെയ്തെടുക്കണം. മീൻസ് അത്രയും നല്ല കട്ടിയുള്ള ഗ്ലൗസ് ആയിരിക്കുമല്ലോ. ചില ഗ്ലൗസുകൾ നമ്മൾ 1 time യൂസ് ആയിരിക്കും ഇല്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗ്ലൗസുകളൊക്കെ നമുക്ക് ആ ഒരു യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പോസൽ ചെയ്യണം. പക്ഷെ ഇത് കുറച്ചും കൂടി അവര് റബ്ബർ ടൈപ്പ് ഹെവി കുറച്ചും കൂടി കട്ടിയുള്ള ഗ്ലൗസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, യെല്ലോ കളറിലാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചും കൂടി ഭയങ്കര കട്ടിയായിട്ടുള്ള റബ്ബർ ടൈപ്പിന്റെ ഗ്ലൗസുകളാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് ഒറ്റ യൂസിന് കളയൊന്നും വേണ്ട, അത് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് യെല്ലോയിഷ് കളറാണ്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്ലൗസ് ഒക്കെ ആയിരിക്കും. സോ എന്ത് ചെയ്യാം, പേസ്റ്റ് ഒരു നമ്മൾ ഹാൻഡിൽ ചെയ്തതിനു ശേഷം അത് 2 പ്രാവശ്യം കഴുകണമെന്നാണ്. 1 പ്രാവശ്യം ഇല്ല, 2 പ്രാവശ്യം നല്ല രീതിയിൽ അത് കഴുകിക്കൊണ്ട് നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. The gloves should be washed after each use with soap and disinfectants. എന്താണ് ഈ ഗ്ലൗസ് നമ്മൾ വാഷ് ചെയ്യേണ്ടത് ഓരോ ഉപയോഗത്തിന് ശേഷവും സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും അണുനാശിനി ഉപയോഗിച്ചോ. നമ്മൾ ഡെറ്റോളൊക്കെ ഇടില്ലേ, ഡെറ്റോളോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഈ ഗ്ലൗസ് വാഷ് ചെയ്യാൻ. വെറുതെ വെള്ളത്തിൽ മുക്കി വാഷ് ചെയ്യുകയല്ല, കാരണം എന്താണ് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഗ്ലൗസ് കൊണ്ട് എടുത്തേക്കുന്നത്. സോ എന്ത് ചെയ്യാം, നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ അണുനാശിനികൾ, ഇപ്പോ നമ്മള് എന്താണ് കൂടുതൽ നമ്മൾ ഡെറ്റോളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്യുക. The size should be fit the operator. ഈ നമ്മള് ഗ്ലൗസ് എടുക്കുമ്പോ പല സൈസിലുണ്ടാവും, ചെറിയ സൈസ് ഗ്ലൗസ് ഉണ്ടാവും. നമ്മളുടെ ഓരോരുത്തരുടെ കൈയുടെ അളവനുസരിച്ചിട്ട് നമ്മളത് ടൈറ്റ് ആയിട്ടുള്ള ഗ്ലൗസ് തന്നെ എപ്പോഴും ഉപയോഗിക്കണം. ലൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും എന്താ ഒരു പ്രൊട്ടക്റ്റീവ് കിട്ടില്ല അല്ലെ. അപ്പൊ നമ്മളുടെ കറക്റ്റ് സൈസിനുള്ളത് ഓരോരുത്തരുടെ ആ ഒരു സ്റ്റാഫിന്റെ കറക്റ്റ് ആ ഒരു അളവിനുള്ള തരത്തിലുള്ള ഗ്ലൗസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ, പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സിൽ വരുന്നതാണ് ഗ്ലൗസ്. ഓക്കെ, സെക്കൻഡ് വൺ അപ്രോൺസ്, ഗൗൺസ് ആൻഡ് സ്യൂട്ട്സ്. അപ്രോൺസ് എന്ന് വെച്ചാൽ നമ്മള് ഏപ്രിൽ അല്ലേ നിങ്ങൾ പറയാ, അങ്ങനെയാണോ പറയുന്നത്? ഏപ്രിൽ എന്നാണോ പറയുന്നത്? എന്താ പറയുന്നത്? നമ്മള് കിച്ചണിലൊക്കെ കുക്ക് ചെയ്യുന്നൊക്കെ ഇടില്ലേ, മീൻസ് അഴുക്കൊന്നും ആവാതിരിക്കാൻ ഇല്ലേ, ഇടാറുണ്ടോ? ഓക്കെ, അപ്പോ അതിനെ തന്നെയാണ് ഈ അപ്രോൺസ് എന്ന് പറയുന്നത്. അപ്രോൺ. ഓക്കെ, ഏപ്രിൽ എന്നൊക്കെ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാ പ്രൊനൗൺസിയേഷൻ. മീൻസ് അപ്രോൺസ് എന്നാണ് പറഞ്ഞത്, പക്ഷെ നമ്മൾ പറയുമ്പോ ഏപ്രിൽ എന്നല്ലേ പറയാറ്, അങ്ങനെയാണോ? നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? ഏപ്രിൽ എന്നാണോ അല്ലെങ്കിൽ അപ്രോൺസ് തന്നെയാണോ പറയുക? ഏപ്രിൽ എന്നാണോ? ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ധരിക്കുക. അതുപോലെ തന്നെ ഗൗൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഉടുപ്പ് അതല്ല കേട്ടോ, നമ്മള് ഏപ്രിൽ എന്ന് പറയും. ഓക്കെ, മലയാളത്തിൽ പറയാറുണ്ട്. ഓക്കെ, അപ്പോ എന്താ അതുപോലെ ഏപ്രിൽ അങ്ങനെ എന്തെങ്കിലും ധരിക്കുക. നമ്മുടെ സാധാരണ ഡ്രസ്സിന് പുറമെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഏപ്രിലോ അല്ലെങ്കിൽ ഗൗൺസോ സ്യൂട്ട്സോ ധരിക്കാൻ വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ അല്ലെ. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പൊ നമ്മളുടെ വീടുകളിൽ വേസ്റ്റ് എടുക്കാൻ വരാറില്ലേ ഹരിതകർമ്മ ചേച്ചിമാരൊക്കെ? വരാറുണ്ടോ? പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരാറില്ലേ അവര്? വരാറുണ്ടോ? യെസ്, അവര് ഇതുപോലെ ഗ്രീൻ കളറുള്ള കട്ടിയുള്ള ഒരു കോട്ടൺ ഇടുന്നത് ഇടാറില്ലേ? അവരുടെ നോർമൽ ഡ്രസ്സിൽ വന്നിട്ടാണോ അവര് വേസ്റ്റ് എടുക്കുന്നത്? ആണോ? ഇല്ല അല്ലേ. അവര് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലുള്ള ഒരു കട്ടിയുള്ള അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു തുണി, മീൻസ് ഒരു കോട്ട് ഇടാറുണ്ട്, ഒരു തൊപ്പി വെക്കാറുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ ഗ്ലൗസ് ഒക്കെ ഇടാറുണ്ട് അവര്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്യുക, നമ്മളുടെ പ്രൊട്ടക്റ്റീവിന് വേണ്ടി അപ്രോൺസോ അല്ലെങ്കിൽ ഗൗൺസ് സ്യൂട്ട്സ് ധരിക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതിൽ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, മാസ്ക് അല്ലെ. മാസ്ക് മുഖ്യമാണ് അല്ലെ, മാസ്ക് വെക്കുക. നോക്കാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക് അല്ലെ, പലതരത്തിലുള്ള മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ ഗൂഗിൾസ് ആൻഡ് ഫേസ് ഷീൽഡ് ഷുഡ് ബി വോൺ അലോങ്
or in combination to give a protective barrier. സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്പിലുള്ള പലതരത്തിലുള്ള മാസ്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള മാസ്ക് വെക്കാം. അതുപോലെ തന്നെ ഗൂഗിൾസ് എന്ന് വെച്ചാൽ എന്താണ്? ഗൂഗിൾസ് മീൻസ് ലെൻസ്, കണ്ണടാന്നല്ല, നമ്മള് ഒരു പ്രൊട്ടക്റ്റീവ് പോലെ വെക്കാറില്ലേ? കണ്ണടാന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, ഇവിടെ പറയുന്നതേ ഇപ്പോ നമുക്കിപ്പോ എന്താ പറയാ, ഐ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കണ്ണട പോലത്തെ ഇപ്പോ വെൽഡിങ്ങിൽ നിൽക്കുന്ന പണിക്കാർ ഒരു വൈറ്റ് കളറിലൊക്കെ സംഭവം വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈറ്റ് കളറില കണ്ണടയെന്ന്. ഏകദേശം കണ്ണട പോലെയൊക്കെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ഒരു എനിക്ക് തോന്നുന്നത് വൈറ്റ് കളറിലേക്ക് അങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്ന ഗ്ലാസുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഫേസ് ഷീൽഡ്സ്. ഫേസ് ഷീൽഡ് ശ്രദ്ധിച്ചിട്ടില്ലേ? കൊറോണ ടൈമിലൊക്കെ നമ്മൾ ഷീൽഡൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാവരും ഹോസ്പിറ്റലുകളിലും മറ്റും അങ്ങനെയൊക്കെ വെച്ചിരുന്നത്. അങ്ങനെയുള്ള ഫേസ് ഷീൽഡുകൾ വെക്കുക. അതുപോലെ തന്നെ എന്താണ്, അത് പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് മീൻസ് ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മാസ്കുകളും അല്ലെങ്കിൽ കണ്ണടകൾ പോലത്തെ അല്ലെങ്കിൽ എന്താ ഫേസ് ഷീൽഡുകൾ വെക്കുക. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ പേഴ്സണൽസ് who work in incinerate chamber to put on a mask that covers both nose and mouth if possible. അല്ലെ, ഇത് കമ്പൽസറി ആയിട്ടും വേണ്ടത് ആർക്കാണ്? ഇൻസിനറേറ്റർ ചേംബറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്. ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞില്ലേ കത്തിക്കല് മീൻസ് ദഹിപ്പിച്ചുകളയില്ലേ, അതായത് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ കത്തിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ കത്തിക്കുന്നതും കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകൾക്കാണ് ഈ പറഞ്ഞ മാസ്കും അല്ലെങ്കിൽ ഫേസ് ഷീൽഡും നിർബന്ധമായിട്ട് വേണ്ടത് അല്ലെ. അതായത് പുകയും ആ ഒരു മാലിന്യങ്ങളൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. സോ എന്ത് ചെയ്യാം, നോസ് ആൻഡ് മൗത്ത്, മൂക്കും വായും നല്ല രീതിയിൽ കവർ ചെയ്യുന്ന തരത്തിലുള്ള മാസ്ക് ആയിരിക്കണം ധരിക്കേണ്ടത്. ഗ്യാസ് മാസ്ക് വിത്ത് ഫിൽറ്റേഴ്സ് മീൻസ് എന്താണ്, ഒരു ഗ്യാസ് മാസ്ക് ഫിൽറ്റേഴ്സ് ഉള്ള ഒരു മാസ്കുകൾ ധരിക്കുക. മെയിൻ ആയിട്ട് ഇത് കത്തിക്കുന്ന ഏരിയയിലുള്ള സ്റ്റാഫുകൾക്കാണ് ഈ മാസ്ക് ധരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതാണ് മാസ്കിൽ വരുന്നത്. അപ്പൊ 3 എണ്ണം നമ്മൾ നോക്കി, ഗ്ലൗസ്, അതുപോലെ തന്നെ ഏപ്രോൺസ്, ഗൗൺസ്, സ്യൂട്ട്സ്, മാസ്ക് നോക്കി. ഫോർത്ത് വൺ ബൂട്ട്സ്. ബൂട്ട്സ് എന്തിനു വേണ്ടിയാണ് ബൂട്ട് ഇടുന്നത്? നമ്മള് വീട്ടിൽ എന്തെങ്കിലും ബൂട്ട് ധരിക്കാറുണ്ടോ നിങ്ങള്? കാലിൽ ഇടുന്നതാണ്. ഓക്കെ, എന്തിനാണ് ബൂട്ട്സ് ധരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്ത് കളറിലാണ് ബൂട്ട്സ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? എങ്ങനെ ഇരിക്കും ബൂട്ട്സ്? കുറച്ച് ലെങ്തി ആയിട്ടുള്ള നമ്മളുടെ മീൻസ് ഒരു എന്താ പറയാ, നമ്മുടെ മുട്ടിന് അല്ലെ താഴേക്ക് അവിടെ തുടങ്ങിയിട്ടുള്ള ഒരു ഗ്ലൗസ് പോലത്തെ ഇരിക്കും. മുട്ട് വരെ ഉണ്ടാകും അല്ലെ. ഒരു ബ്ലാക്ക് കളറാണ്, ഭയങ്കര കട്ടിയായിരിക്കില്ലേ? സോഫ്റ്റ് ആണോ അത്? ഇട്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ. കുറച്ച് ഭയങ്കര ഹെവി ആയിട്ടുള്ള നല്ല വെയിറ്റ് ഉണ്ടാവും. ഈ സംഭവത്തിന് തന്നെ നല്ല കട്ടി ഉണ്ടാകും അല്ലെ. ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള സംഭവമാണ്. ഹാർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഹാർഡ് ആയിട്ടുള്ളത് എടുക്കുന്നത്. യെല്ലോ കളറും ഉണ്ട്. ഓക്കെ, നമ്മൾ കൂടുതലും ബ്ലാക്ക് ആണ് കണ്ടിരിക്കുന്നത്. ആണ് ഞാൻ ചോദിച്ചത്, നിങ്ങള് ഏത് കളറാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് ചോദിച്ചത്. യെല്ലോ കളർ ഉണ്ടാകും കേട്ടോ. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ബ്ലാക്ക് കളറാണ് ഓൾറെഡി നമ്മള് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. യെല്ലോ കളർ ഉണ്ട്. ഓക്കെ, എന്ത് കളറായിരിക്കും, പക്ഷെ അത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള നല്ലൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും അല്ലെ. നമുക്ക് നോക്കാം, ബൂട്ട്സിന്റെ നോക്കാം കേട്ടോ. നോക്കാം, ലെഗ് coverings, boots or shoes covers give greater safety to the skin where splashes or large quantities of contaminated waste have to be dealt with it. അല്ലെ, അതായത് എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞു സ്കിന്നിന്റെ ചർമ്മ സംരക്ഷണം നൽകുന്നു. നമ്മുടെ കാലുകൾക്കും മറ്റും എന്താ ചർമ്മ സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ലെഗ് കവറിങ്ങിന്റെ ബൂട്ട്സ് ധരിക്കുന്നത്. അതിനൊപ്പം തന്നെ സ്പ്ലാഷസ്. എന്ത് സ്പ്ലാഷസ് എന്ന് വെച്ചാൽ സ്പ്ലാഷസ് മീനിങ് അറിയാമോ? ഒന്ന് ഗെസ് ചെയ്ത് നോക്കൂ. സ്പ്ലാഷസ് എന്ന് വെച്ചാൽ തെറിക്കുക എന്നൊക്കെ പറയും. ഇപ്പൊ കത്തിക്കുമ്പോഴും മറ്റും മീൻസ് ചാരമൊക്കെ ഇങ്ങനെ പറക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യില്ലേ? തെറിക്കുക മീൻസ് എന്തെങ്കിലും വേസ്റ്റുകളും മറ്റും പൊട്ടിത്തെറിക്കുകയോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇതുപോലെ ഇൻഫെക്ഷൻസ് മറ്റുമുള്ള വേസ്റ്റുകളൊക്കെ കത്തിക്കുമ്പോൾ അത് തെറിക്കാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ തെറിച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിനൊക്കെ അലർജിയൊക്കെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള മീൻസ് തെറിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൂട്ട്സ് ധരിക്കേണ്ടത്. ദ ബൂട്ട്സ് ഷുഡ് ബി റബ്ബർ സോൾഡ് ആൻഡ് ആന്റി സ്കിഡ് ടൈപ്പ് അല്ലെ. അതായത്
ബൂട്ട്സ് നമ്മൾ പറഞ്ഞു റബ്ബർ ടൈപ്പ് ആയിരിക്കണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള ടൈപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ സോൾഡ് ആൻഡ് ആന്റി സ്കിഡ്. ആന്റി സ്കിഡ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആന്റി സ്കിഡ്. ആന്റി സ്കിഡ് എവിടെയാ പഠിച്ചേക്കണ? എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ ആന്റി സ്കിഡ്. തെന്നി പോവാത്ത തരത്തിലുള്ള ഈ ബൂട്ട്സ് തെന്നി പോകാറുണ്ടോ? അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ അത് എന്തില്ല, തെന്നി പോകില്ല. അപ്പൊ എന്താണ്? ആന്റി സ്കിഡ് ആയിട്ടുള്ള തരത്തിലുള്ള ബൂട്ട് ആയിരിക്കണം ധരിക്കേണ്ടത്. ദി ഷുഡ് കവർ ദ ലെഗ് അപ് ടു ദ ആങ്കിൾ. അല്ലെ, ആങ്കിൾ വരെ കവർ ചെയ്തിരിക്കണം. മീൻസ് നമ്മൾ മുട്ടുകാൽ വരെയൊക്കെ ഉണ്ടാവും അല്ലെ, നമ്മളുടെ മുട്ടിന്റെ അവിടം വരെ ആയിരിക്കും കൂടുതലും ഇങ്ങനെയുള്ള ബൂട്ട്സുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ, മെയിൻ ആയിട്ട് 4 തരത്തിലാണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് പറയുന്നത്. ഗ്ലൗസ്, അതുപോലെ തന്നെ ഗൗൺസ്, സ്യൂട്ട്സ്, ഏപ്രോൺസ്, പിന്നെന്താണ് മാസ്ക്, ബൂട്ട്സ്. 4 കാര്യങ്ങളാണ്. ഇനി അതിനുള്ളിൽ കുറച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് വേണ്ടതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഗ്ലൗസ് നമ്മൾ പറഞ്ഞു റബ്ബർ ടൈപ്പ് ആയിരിക്കാം, യെല്ലോയിഷ് കളർ ആയിരിക്കണം. ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം. 2 ടൈപ്സിൽ എന്ത് ചെയ്യാം? വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെയുള്ള അണുനാശിനി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വാഷ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള ഗ്ലൗസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് ഏപ്രോൺസോ അല്ലെങ്കിൽ ഗൗൺസോ സ്യൂട്ട്സോ മറ്റും ധരിക്കുക. മാസ്ക്, പലതരത്തിലുള്ള മാസ്ക് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കണ്ണട, അല്ലെങ്കിൽ ഇതുപോലെ ഫേസ് ഷീൽഡ് വരുന്നതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. മെയിൻ ആയിട്ട് ഇത് എക്സീലിയർ ചേമ്പർ മീൻസ് ഈ വേസ്റ്റുകളൊക്കെ കത്തിക്കുന്ന തരത്തിലുള്ള ആ സ്റ്റാഫുകൾക്കായിരിക്കണം ഈ മാസ്ക് ധരിക്കേണ്ടത്. വായും മുഖവും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് അടച്ചിട്ടുള്ള തരത്തിലുള്ള മാസ്ക് ആയിരിക്കണം ധരിക്കേണ്ടത്. ലാസ്റ്റ് വേർഡ് പറഞ്ഞത് ബൂട്ട്സ് അല്ലെ, നല്ല കട്ടിയുള്ള ബൂട്ട്സ് ഒക്കെ ധരിക്കുക. ആന്റി സ്കിഡ് ആയിട്ടുള്ള ബൂട്ട്സ് വേണം ധരിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് ധരിക്കുന്നത് എന്ന് പറഞ്ഞാല് നമ്മളുടെ സ്കിന്നിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ എന്തെങ്കിലും പൊട്ടി തെറിക്കുകയോ അല്ലെങ്കിൽ തെറിക്കാതെ തിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളുടെ ചർമ്മത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബൂട്ട്സ് ധരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാനുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് വായിക്കാനുള്ളൂ, വലിയ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള പോയിന്റ്സുകളാണ്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, അവിടെ വായിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ ഇല്ല ആരും, എന്ത് റെസ്പോൺസ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രൊട്ടക്ഷൻ ഗിയേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, വായിച്ചോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ,
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് എന്നാണ് നോക്കിയത്. നെക്സ്റ്റ് വൺ നോക്കാം. ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യുന്നതും അതിന്റെ ചികിത്സ. ട്രീറ്റ്മെന്റ് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. The various disposal methods now in use are following. ഇപ്പൊ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നിട്ടുള്ള ഡിസ്പോസൽ മെത്തേഡ്സുകളാണ് ഇനി പറയുന്നത്. ഓരോരോ ടൈപ്പ് മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ഇൻസിനറേഷൻ ടെക്നോളജി. ഇതാണ് ഇൻസിനറേഷൻ ടെക്നോളജി. മീൻസ് കത്തിക്കുക അല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടെക്നോളജി. എങ്ങനെയാണ് അവിടെ ചെയ്യുന്നത് നോക്കാം. This is a high temperature thermal process that employs burning of the waste under controlled condition for changing them into inert material, chemically inactive and gases. നിങ്ങൾ ഇത് വായിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നാം, പക്ഷെ കുഴപ്പമില്ല. നിങ്ങളെ സംഭവം എന്താണെന്ന് ഇച്ചിരി ഷോർട്ടാക്കി പറഞ്ഞു തരാം. അത് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. അപ്പോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ കത്തിക്കല് അല്ലെങ്കിൽ കത്തിച്ചു കളയുക. നമ്മൾ പറഞ്ഞില്ലേ ഇൻസിനറേഷൻ ആവശ്യം എന്ന് പറഞ്ഞില്ലേ കത്തിച്ചു കളയുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. ഇവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉയർന്ന ടെമ്പറേച്ചറിൽ മീൻസ് ഒരു ഉയർന്ന ടെമ്പറേച്ചറിൽ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഈ ഒരു ഇൻസിനറേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിലൂടെ അതായത് നമ്മള് വേസ്റ്റുകൾ നമ്മൾ ബേൺ ചെയ്യുന്നത് കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ. Under controlled condition for changing them into inert material. അല്ലെ, അതായത് നമ്മൾ ഈ വലിയ കട്ടിയുള്ള ഖരവസ്തുക്കൾ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഉയർന്ന താപനിലയിൽ ഇങ്ങനെയുള്ള വസ്തുക്കളെ കത്തിച്ചുകൊണ്ട് അതിന് നിഷ്ക്രിയ വസ്തുക്കളായിട്ടും അല്ലെങ്കിൽ വാതകങ്ങളായിട്ടും മാറ്റിയാണ്. ഇത്രയുള്ള വലിയ സംഭവങ്ങളെ കത്തിച്ച് അത് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയിടുന്നു. വാതകങ്ങളായിട്ട് കെമിക്കൽ ഇനാക്റ്റീവ് ആൻഡ് ഗ്യാസസ് അല്ലെ, വാതകങ്ങളായിട്ടും അല്ലെങ്കിൽ ഗ്യാസസ് ആയിട്ടും മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഉയർന്ന താപനിലയിൽ കത്തിച്ചുകൊണ്ട് അതിന് ഗ്യാസസ് ആയിട്ടും അല്ലെങ്കിൽ ലിക്വിഡ് വാതകങ്ങളൊക്കെ ആയിട്ട് മാറ്റിയെടുക്കുന്നു. ഇൻസിനറേറ്റേഴ്സ് ക്യാൻ ബി either oil fired or powered by electricity or combinations. ഇങ്ങനെ ഉയർന്ന താപനിലയിൽ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ എണ്ണയിലൊക്കെ കത്തിക്കും. മീൻസ് അതൊക്കെ സെപ്പറേറ്റ് എന്തെങ്കിലും ഓയിലൊക്കെ ഉണ്ടാവും, അതെല്ലാം ചേർത്ത് കത്തിക്കും. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ വൈദ്യുതിയുടെ ഇതിൽ കത്തിക്കുന്ന പറയും ഇല്ലേ, ദഹിപ്പിക്കല്. ഇപ്പൊ എന്താ പറയാ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈദ്യുതിയുടെ അതില് ദഹിപ്പിക്കല് അങ്ങനെയുള്ള ഒരു സംഭവമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഈ ഒരു നമ്മളുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ കത്തിച്ച് അതിനെ ഗ്യാസ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഈ വാതക ഫോമിലോട്ട് മാറ്റും. അത് ഇലക്ട്രിസിറ്റി വഴിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓയിൽ ഫയർഡ് എണ്ണയിലൊക്കെയാണ് കത്തിക്കുന്നത്. The advantages of this type, it can lessen the volume of solid waste to 30% of the original volume. അല്ലെ, അതായത് ഇങ്ങനെ ഒരു ഈ ടൈപ്പിൽ നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ ഡിസ്പോസൽ ചെയ്യുകയാണെങ്കിൽ ഖരമാലിന്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കട്ടിയുള്ള തരത്തിലുള്ള മാലിന്യങ്ങളുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും, അതിന് നമുക്ക് 30% കുറയ്ക്കാൻ സാധിക്കും. ഈ ഖരമാലിന്യങ്ങളെയാണ് കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്യാസസ് ഫോമിലേക്കും അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് ഫോമിലോട്ടൊക്കെ മാറ്റുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് 30% ഖരമാലിന്യങ്ങളെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു മെത്തേഡിലൂടെ പറയുന്നത്. ക്ലിയർ ആയോ? ഇൻസിനറേഷൻ ടെക്നോളജി ജസ്റ്റ് അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒന്നുകൂടെ പറയണോ? അതായത് ഇൻസിനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന ഹൈ ടെമ്പറേച്ചറിൽ ഈ വേസ്റ്റുകളെ കത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ഈ വേസ്റ്റുകൾ കട്ടിയുള്ള വേസ്റ്റുകളൊക്കെ കത്തിച്ചിട്ട് അതിനെ ഒരു ഗ്യാസ് ഫോമിലേക്കോ അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ഖരമാലിന്യങ്ങൾ കട്ടിയുള്ള വേസ്റ്റുകളെ കത്തിച്ചിട്ട് അതിന് നമ്മളൊരു ഗ്യാസ് ഫോമിലേക്ക് മാറ്റിയിടുന്നു. അത് ഒന്നില്ലെങ്കിൽ ഈ ഓയിലൊക്കെ വഴിയൊക്കെ ഉപയോഗിച്ചിട്ട് കത്തിക്കാം, അല്ലെങ്കിൽ കറണ്ട് വഴി നമ്മള് ഇലക്ട്രിസിറ്റി ഒക്കെ വഴിയും നമുക്ക് ഈ ഒരു കത്തിക്കൽ പ്രോസസ്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഒരു ഖരമാലിന്യങ്ങള് 30% നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കത്തിക്കുന്ന പ്രോസസ്സ് ആലോചിക്കുക, അത്രയും മതി. കൂടുതലായിട്ടൊന്നും പഠിക്കണ്ട, എന്താണ് ആ പ്രോസസ്സ് എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം. ഓട്ടോക്ലേവിംഗ്. എന്താ ഓട്ടോക്ലേവിംഗ്? ഓട്ടോക്ലേവിംഗ് വെച്ചാൽ എന്താ? ഓട്ടോക്ലേവ് ചെയ്യുക. എന്താ ഓട്ടോക്ലേവ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ടേം അല്ലേ ഓട്ടോക്ലേവ്. എന്താ ഓട്ടോക്ലേവ്? സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെ, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളൊരു ശുദ്ധീകരിക്കുക. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്യുക. നോക്കാം. ഓട്ടോക്ലേവിംഗ്. The process use
യൂസസ് സ്റ്റീം അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഈ ഒരു പ്രോസസ് ചെയ്യുന്നത് വളരെ ഉയർന്ന ടെമ്പറേച്ചറിലാണ്, ഒരു ഉയർന്ന നീരാവി ഉയർന്ന താപനിലയിൽ നീരാവി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നത്. It has been suggested for microbiology and biotechnology waste, sharp waste, dirty and solid waste. ഏതൊക്കെ വേസ്റ്റിനൊക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നത്? മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റ്, ലാബുകളിൽ മറ്റു വരുന്ന വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഷാർപ്പ് വേസ്റ്റുകള്, അതുപോലെ തന്നെ ഡേർട്ടി ആയിട്ടുള്ളതും സോളിഡ് വേസ്റ്റുകൾക്കൊക്കെയാണ് നമ്മൾ ഓട്ടോക്ലേവിംഗ് ടെക്നോളജി ചെയ്യുന്നത്. വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഉയർന്ന താപനിലയിലുള്ള ഒരു നീരാവിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. Then this technology offers certain categories of waste that is non-determinants, so that the treated residues can be landfilled. In the landfill എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈ റെസിഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്കരിച്ച അവശിഷ്ടങ്ങൾക്ക് ഉണ്ടാവില്ലേ, മീൻസ് കുറച്ച് ഇതുപോലെ കത്തിച്ചും ഓട്ടോക്ലേവിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി അവശിഷ്ടങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീൻസ് എന്താ ലാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചു മൂടുക എന്നൊക്കെ പറയില്ലേ, ഇലം കൊത്തുക എന്നൊക്കെ ഉള്ള ഒരു മീൻസ് ആണ്. മീൻസ് അതിനായിട്ടുള്ള സെപ്പറേറ്റഡ് ഒരു ഏരിയയിൽ അതിനെ ലാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓട്ടോക്ലേവ് ചെയ്തിട്ട്. അത് ഫില്ല് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടാകും ലാൻഡ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഈ ബാക്കി വരുന്ന അവശിഷ്ടങ്ങൾ മറ്റും ലാൻഡ് ഫില്ല് ചെയ്യുന്നു. ഇതാണ് ഓട്ടോക്ലേവിംഗ്. ജസ്റ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് തന്നെയാണ് ഓട്ടോക്ലേവിംഗിൽ വരുന്നത്. ഓക്കെ, മൂന്നാമത് നോക്കാം, മൈക്രോവേവ് ഇറിഡേഷൻ. എന്താ മൈക്രോവേവ് ഇറിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറിഡേഷൻ കേട്ടിട്ടുണ്ടോ? വികിരണങ്ങള്, മൈക്രോവേവ്സ് വികിരണങ്ങൾ വഴിയിട്ട് നമ്മൾ ഈ വേസ്റ്റിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഡിസ്പോസൽ ചെയ്യുന്നതെന്നാണ് ഇനി നോക്കുന്നത്. നോക്കാം. മൈക്രോവേവ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ജനറേഷൻ ഓഫ് ഹൈ ഫ്രീക്വൻസി വേവ്സ്. ഉയർന്ന തരത്തിലുള്ള ഒരു ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു മൈക്രോവേവ്സ് ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് വേവ്സ് കോസ് the particles within the waste material to tremble, generating heat. This heat produced from within destroy all pathogens. അല്ലെ, അതായത് എന്താണ് പറഞ്ഞത്? നമ്മള് എന്താ പാത്തോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇത് പാത്തോജൻസ് എന്താ മീനിങ്? പാത്തോജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗകാരികൾ അല്ലെ. പാത്തോളജി മീൻസ് എന്താണ് നമ്മൾ പറഞ്ഞത്? രോഗങ്ങൾ അല്ലെ. അപ്പോ പാത്തോജൻസ് എന്ന് പറഞ്ഞാല് രോഗകാരികൾ. ഓക്കെ, രോഗങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണുക്കളെയാണ് പാത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഉയർന്ന തരത്തിലുള്ള ഒരു മൈക്രോവേവ് ഉപയോഗിച്ചിട്ട്, അതായത് മൈക്രോവേവ് വികിരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണ് ഈ ഒരു മൈക്രോവേവ് വികിരണങ്ങളെ വെച്ചിട്ട് നമ്മൾ ആ വേസ്റ്റ് മാലിന്യങ്ങളെ, ഈ പാഴ്വസ്തുക്കളെയും, അതായത് വേസ്റ്റുകൾ അല്ലെ, പാർട്ടിക്കിൾസ് വേസ്റ്റ് ട്രിബിൾ എന്ന് പറഞ്ഞാൽ പാഴ്വസ്തുക്കളേക്ക് ഉണ്ടോ. അപ്പൊ ഈ പാഴ്വസ്തുക്കളെയും അല്ലെങ്കിൽ കണികകളെയും മറ്റും ചൂടാക്കുകയും ഈ ഉത്പാദിപ്പിക്കുന്ന ആ ചൂടിലൂടെ ഈ രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മൈക്രോവേവ് ഇറിഡേഷൻ എന്ന് പറഞ്ഞാല്. ഈ വസ്തുക്കളെ ചൂടാക്കിക്കൊണ്ട് ആ ഒരു ചൂടിന്റെ ഉയർന്ന താപത്തില് മീൻസ് അണുക്കള് നശിച്ചു പോകുന്നു, ഈ രോഗകാരികള് നശിച്ചു പോകുന്നു ചെയ്യുന്നത്. ചൂടാക്കിയിട്ട് ആ ഒരു ചൂടിലൂടെ എന്ത് പറ്റുന്നു? പാത്തോജൻസിനെ നശിപ്പിക്കുന്നു, രോഗകാരികളെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രോസസ്സാണ് ഈ മൈക്രോവേവ് ഇറിഡേഷൻസിലൂടെ ചെയ്യുന്നത്. കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കെമിക്കൽ മെത്തേഡ്സ്. ഇനി അടുത്ത മെത്തേഡ്സ് ആണ് കെമിക്കൽ മെത്തേഡ്സ്. നോക്കാം. 1% for chemical disinfection അല്ലെ. കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ 1% ഉണ്ടാകും. അതുപോലെ തന്നെ hypochlorite solution can be used. അതായത് കെമിക്കൽ ഇതിനൊക്കെ ഹൈപ്പോക്ലോറൈഡ് എന്നുള്ള ഒരു സൊല്യൂഷൻ ഇതിനു വേണ്ടിയിട്ട് അവര് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ജസ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ. കെമിക്കൽ മെത്തേഡ്സിന് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാണെന്ന് ചിലപ്പോൾ എക്സാമിൽ ചോദിക്കാം അല്ലെ. ഹൈപ്പോക്ലോറൈറ്റ് ആണ് നമ്മൾ ആ ഒരു സൊല്യൂഷൻ ആണ് കെമിക്കൽ മെത്തേഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ എക്സാമിന്. ഇംഗ്ലീഷ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ചോദിക്കാം. ചിലപ്പോൾ നമ്മൾ വിട്ട് കളഞ്ഞേക്കാം അത്, അല്ലെ? അപ്പൊ ഹൈപ്പോക്ലോറൈറ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് മെത്തേഡ് ആണ് പ്ലാസ്മ പൈറോലിസിസ്. പ്ലാസ്മ പൈറോലിസിസ് പേര് കേൾക്കുമ്പോൾ ഇത്തിരി ഇടങ്ങേറാണെന്ന് തോന്നുന്നു, അല്ലെ? കുഴപ്പമില്ല, വായിച്ച് മനസ്സിലാക്കാം. നോക്കാം കേട്ടോ. പ്ലാസ്മ പൈറോലിസിസ് എന്താണെന്ന്. Plasma pyrolysis is an ultra-modern technology for safe removal of medical waste. അല്ലെ, മാലിന്യങ്ങള് നീക്കം ചെയ്യാനായിട്ടുള്ള ഒരു അത്യാധുനികമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് പ്ലാസ്മ പൈറോലിസിസ് എന്ന് പറയുന്നത്. It is an environment friendly technology. നമ്മുടെ environment friendly ആയിട്ടുള്ള ടെക്നോളജി ആണത്. The plasma pyrolysis process is the thermal degradation of organic substances in the absence of air, oxygen, utilizing plasma energy. അല്ലെ, അപ്പൊ ഇതെങ്ങനെയാണ്? പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട്, ഒരു എനർജിയാണ് പ്ലാസ്മ എനർജി എന്ന് പറയുന്നത്. ആ ഒരു പ്ലാസ്മ എനർജി ഉപയോഗിച്ചുകൊണ്ട് വായുവിന്റെ അഭാവത്തിൽ, അതായത് ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതെ, എയറിന്റെ സാന്നിധ്യം ഇല്ലാതെ ഓർഗാനിക് പദാർത്ഥങ്ങളുടെ താപ നശീകരണം, മീൻസ് ചൂടാക്കിക്കൊണ്ട് ആ ഒരു നശിപ്പിക്കുന്നവരിലെ അണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോലിസ് എന്ന് പറയുന്നത്. ഓക്സിജന്റെ അഭാവത്തില് പ്ലാസ്മ എനർജി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോലിസിസ്. ഓക്കെ, പ്ലാസ്മ എനർജി ഉപയോഗിക്കുന്നു, അത്രയും മനസ്സിലാക്കാം. സിക്സ്ത് വൺ, ലാൻഡ് ഡിസ്പോസൽ. ലാൻഡ് ഡിസ്പോസൽ എങ്ങനെയാണെന്ന് നോക്കാം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, land disposal include two methods which are open dumping and sanitary landfill. അല്ലെ, നോക്കാം. ഓപ്പൺ ഡംപിംഗ് എന്താണ്? ഓപ്പൺ ഡംപിംഗ് നോക്കാം കേട്ടോ. ഓപ്പൺ ഡംപിംഗ് is an unsecure method because the waste should be then discarded in any open space that may be lead to pollution problem. അല്ലെ, ഓപ്പൺ ഡംപിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കാണുന്നിടത്തേക്ക് വേസ്റ്റുകൾ വലിച്ചെറിയുക. നമുക്കുണ്ടോ അങ്ങനത്തെ സ്വഭാവം? വേസ്റ്റുകള് അപ്പുറത്തെ ഒരു പറമ്പ് ഫ്രീ ആയിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ വലിച്ചെറിയാറുണ്ടോ? ഉണ്ടോ? ചെയ്യുന്നവരുണ്ടോ അങ്ങനെ? ഒരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം അത് പൊല്യൂഷൻ ഉണ്ടാക്കും, മറ്റു പ്രോബ്ലംസ് ഉണ്ടാക്കും. സോ ഇവിടെ വരുന്നത് ഓപ്പൺ ഡംപിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒഴിഞ്ഞ പ്രദേശത്തേക്കോ മറ്റും എന്ത് ചെയ്യുന്നത്? വേസ്റ്റുകള് ഡംപ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഓപ്പൺ ഡംപിംഗ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്തത് പൊല്യൂഷനും മറ്റു പ്രോബ്ലംസും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ, സാനിറ്ററി ലാൻഡ്ഫിൽസ്. എങ്ങനെയാണ് സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് നോക്കാം. ഫോർ സാനിറ്ററി ലാൻഡ്ഫിൽസ് secured area selected away from the population. അല്ലെ, ജനസംഖ്യയൊന്നും അധികം ഇല്ലാത്ത, ജനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാകും. The dumping is performed in the distressed layers, layer wise, and care is taken so that waste is not exposed to the atmosphere. പ്രകൃതിയിലേക്ക് അറ്റ്മോസ്ഫിയറിന് വലിയ പ്രശ്നമൊന്നും വരാത്ത രീതിയിലുള്ള ചാലുകളായിട്ട് ലെയർ ആയിട്ടുള്ള പാളികളിലേക്കാണ് എന്തിടുന്നത്? ഈ വേസ്റ്റുകൾ ഇടുന്നത്. ഇപ്പൊ വേറെ പൊല്യൂഷനും മറ്റുമൊന്നും സംഭവിക്കില്ല. പിന്നെ ആ ചുറ്റുപാടുകളില് വേറെ പോപ്പുലേഷൻസ്, ജനങ്ങളുടെ സാമീപ്യം ഇല്ലാത്ത ഏരിയയിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഓപ്പൺ ഡംപിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കാണുന്നിടത്തേക്ക് വലിച്ചെറിയുന്ന ഒരു അവസ്ഥ, അല്ലെ? അപ്പോ പോപ്പുലേഷനും വരും, അതുപോലെ മറ്റ് അസുഖങ്ങളും മറ്റും സംഭവിക്കാം. ഇതാണ് ലാൻഡ് ഡിസ്പോസൽ. ലാസ്റ്റ് വൺ, ഇൻസെർട്ടിസേഷൻ. എന്ത് ഇൻസെർട്ടിസേഷൻ എന്ന് വെച്ചാൽ നിഷ്ക്രിയത്വം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. അതിന്റെ നിഷ്ക്രിയത്വം എന്താണെന്ന് നോക്കാം. മലയാളം ടേം അങ്ങനെയാണ്. ഇൻസെർട്ടിസേഷൻ നോക്കാം. Inertization to break down the toxicity of the waste and minimize likely risk. It is mixed with the cement or another inert material. അല്ലെ, അതായത് നമുക്കറിയാം ഈ മാലിന്യത്തിന്റെ വിഷാംശം കുറയ്ക്കുന്നതിന് വേണ്ടി, മീൻസ് കുറച്ച് ടോക്സിക് ആയിട്ടുള്ള വിഷാംശം കലർന്നിട്ടുള്ള മാലിന്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ മാലിന്യത്തിന്റെ ഒരു വിഷാംശം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ സിമെന്റുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വസ്തുക്കളായിട്ടൊക്കെ കലർത്തുന്നു, മിക്സ് ചെയ്യുന്നു. ഓപ്പൺ ആയിട്ട് മാത്രം നിക്ഷേപിക്കുകയാണെങ്കിൽ അത് വിഷാംശം കലർന്നതൊക്കെയാണല്ലോ. സോ അതിന്റെ ആ ഒരു വിഷാംശം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സിമെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കുമ്മായൊക്കെ ചേർക്കുന്നത് പറയില്ലേ, അതുപോലെ എന്തെങ്കിലും മറ്റേ ബ്ലീച്ചിങ്ങോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതിനൊപ്പം തന്നെ ചേർത്തുകൊണ്ടാണ് ചെയ്യുന്നത്, റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. Around 30 to
40% of the cement is blended with the waste. ഒരു 30-40% വരെ മിക്സ് ചെയ്യുന്നത് സിമെന്റ് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. This method is useful for treating pharmaceuticals and for incineration ashes having high metal content. അല്ലെ, അതായത് നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഉയർന്ന ലോഹം ദഹിപ്പിക്കുന്നതും മെറ്റൽ കണ്ടന്റ് ഒക്കെ ഉണ്ടാവില്ലേ, വലിയ വലിയ മെറ്റൽ കണ്ടന്റ് ഉള്ള ലോഹങ്ങളൊക്കെ ദഹിപ്പിക്കാനും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ മെഡിസിൻസും മറ്റുമൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ലിക്വിഡൊക്കെ കളയില്ലേ, ലിക്വിഡൊക്കെ അങ്ങനെ വെറുതെ ഒഴിച്ച് കളയാതെ ഇതുപോലെ തന്നെ ഒരു 30-40% സിമെന്റ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. മീൻസ് വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനുള്ള സിമെന്റുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്യേണ്ട 7 മെത്തേഡ്സുകളാണ് പറഞ്ഞത്. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്നും വായിക്കാം. ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് ഇറിലേഷൻ, then chemical methods, and plasma pyrolysis, lab disposal and inertization. 7 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിക്കാം, വലിയ ബുദ്ധിമുട്ടില്ല. എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. എക്സാമിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ഇതിൽ കൂടുതലൊന്നും ചോദിക്കാറില്ല. പുറത്തുനിന്ന് ചോദിക്കുമെന്ന് വിചാരിക്കേണ്ട. എളുപ്പമാണ്. വലിയ പുറത്തുനിന്ന് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല കേട്ടോ. ഇത്രയുമാണ് അതിന്റെ പ്രോസസ്സ്. 6th പോയിന്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ഡിസ്പോസൽ. മെയിൻ ആയിട്ട് ലാൻഡ് ഡിസ്പോസൽ 2 തരത്തിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒന്നാമത്തത് ഓപ്പൺ ഡംപിങ്, രണ്ടാമത്തത് സാനിറ്ററി ലാൻഡ് ഫില്ല്. ഓപ്പൺ ഡംപിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ഏരിയയിലൊക്കെ നമുക്ക് കാട്ടിലോട്ടൊക്കെ വലിച്ചെറിയുന്ന ഒരവസ്ഥ. സാനിറ്ററി ഡംപിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊഴിഞ്ഞ പ്രദേശം, അതിന് വേണ്ടി സെപ്പറേറ്റഡ് ഒരു ഏരിയ കണ്ടെത്തി കാണും അല്ലെ. അതായത് എന്താണ്, നമ്മള് ഇപ്പോ അധികം ജനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ, ആ ഏരിയയിൽ ലെയറായിട്ട് ഇത് ഡിസ്പോസൽ ചെയ്തു. ഒറ്റയടിക്ക് ഇങ്ങനെ വലിച്ചു നിരത്തി ഇടുകയല്ല, ഈ മാലിന്യങ്ങൾ ലെയറായിട്ട് ചാലുകളായിട്ടാണ് നിക്ഷേപിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഡംപിങ്ങും ഓപ്പൺ ഡംപിങ്ങും അല്ലെങ്കിൽ സാനിറ്ററി ഡംപിങ് ആണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇൻസിനറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞു, വിഷാംശമുള്ള മാലിന്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വിഷാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിമെന്റ് ആയിട്ടൊന്ന് മിക്സപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജിൽ പറയുന്നത് വേറെ ഒന്നുമില്ല. നമ്മള് മാലിന്യങ്ങള് ട്രാൻസ്പോർട്ട് ചെയ്ത് മറ്റൊരിടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങളായിരിക്കണം. ആ വാഹനങ്ങൾ കവേർഡ് ചെയ്തിട്ടുള്ള വാഹനങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ഈ കണ്ടെയ്നേഴ്സിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ടൈറ്റ് ആയിട്ട് കെട്ടിയിരിക്കണം. പോകുന്ന വഴിക്ക് ഓപ്പൺ ആയിട്ട് കുറെ വേസ്റ്റുകൾ റോഡിലൊക്കെ വീഴാൻ പാടില്ലല്ലോ. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻസും മറ്റും പബ്ലിക്കിനെ ബുദ്ധിമുട്ടുണ്ടാക്കും. സോ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിയിട്ട് വേണം വേസ്റ്റുകൾ ബയോമെഡിക്കലിൽ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ ഒരു ഡോക്യുമെന്റ് കയ്യിലുണ്ടായിരിക്കണം. ആ ഡോക്യുമെന്റിൽ ഡോക്ടർ ഹോസ്പിറ്റലിനോട് സൈൻ ചെയ്യണം. അതുപോലെ തന്നെ നേഴ്സിന്റെ ഒരു സൈൻ ഉണ്ടാവണം. അതുപോലെ അന്നത്തെ ഡേറ്റ്, എന്തോരം വേണ്ടി മാലിന്യങ്ങളുടെ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫുൾ ഡീറ്റെയിൽ ഈ വാഹനത്തില് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്, ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു, ഇന്ന ഡോക്ടേഴ്സിന്റെ സൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയിലാണ് വേസ്റ്റുകൾ ഉള്ളത്, ഇന്ന സ്ഥലത്തേക്കാണ് ഈ വേസ്റ്റ് നമ്മൾ ഡിസ്പോസൽ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. തെളിവ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എൻക്ലോസ്ഡ് ആയിരിക്കണം. ഡോർ ഒരിക്കലും ഓപ്പൺ ആയിട്ട് പോകാൻ പാടില്ല, അത്ര ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ കണ്ടെയ്നർ ഈ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം കഴുകാനുള്ള സൗകര്യമുള്ള കണ്ടെയ്നർ ആയിരിക്കണം. ഉള്ളിൽ കയറി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴുകാനുള്ള തരത്തിലുള്ള കണ്ടെയ്നർ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടേഷൻ ജസ്റ്റ് വായിക്കാനുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. പോയിന്റ്സ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ ഗ്ലൗസും മറ്റേ അപ്രോച്ചും കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. കെമിക്കൽ മെത്തേഡ്സിൽ ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഒന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. നമ്മളത് സ്കിപ്പ് ചെയ്ത് ചിലപ്പോൾ പെട്ടെന്ന് വായിച്ചു പോകുന്ന ഒരു സെന്റൻസ് ഉള്ളല്ലോ. അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കലി ഒറ്റ സെന്റൻസ് വായിക്കണ്ട, വിട്ട് കളയാൻ സാധ്യതയുണ്ട്. സോ അത് വിട്ട് കളയരുതും. ജസ്റ്റ് ആ പേരൊന്ന് നോക്കി വെക്കാം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. ചോദിച്ചാലും ഇല്ലെങ്കിലും പഠിച്ചു വെച്ചോളൂ. ഓക്കെ,
ഓക്കെ, ഇത്രയും പോലെ ഇന്ന് ബയോമെഡിക്കൽ ബേസ്ഡ് ആയതുകൊണ്ട് കേട്ടിരിക്കാൻ വലിയ രസമൊന്നും ഇല്ലാത്തൊരു ചാപ്റ്റർ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അധികം എടുത്തു പോയിട്ടുണ്ടെങ്കിൽ ബോറായി പോകും അല്ലെ. ഓക്കെ, മതി ഇത്രയും. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പോർഷൻസിലേക്ക് പോകാം. ഓക്കെ, എക്സാം ഇടാം നമുക്ക്. എക്സാം ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങള്. ഓക്കെ, 10 മിനിറ്റ് ഉള്ളൂ, പെട്ടെന്ന് എക്സാം ഇടാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബുക്ക് എടുത്തോളൂ കേട്ടോ. വില്ലേജ് വേസ്റ്റില് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് പോയിന്റ് ആയിരുന്നു? ഹൈഡ്രോക്ലോറൈറ്റ് ആണോ? ഹൈഡ്രോക്ലോറൈറ്റ് ആണോ? യെസ്. ഓക്കെ, വില്ലേജ് വേസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിരുന്നോ? ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുള്ളോ? എങ്ങനെയാണ്? ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളോ വില്ലേജ് വേസ്റ്റ്? ഓക്കെ, പകുതിയായിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ, എക്സാമിന് റെഡി ആയിക്കോളൂ. ബുക്ക് എടുക്കുക, നോട്ട് ബുക്ക് എടുക്കുക. നമ്മൾ നോട്ട് എഴുതുന്നെങ്കിൽ ഒപ്പം തന്നെ എഴുതി പോയാൽ മതി കേട്ടോ. നമ്മൾ നോട്ട് എഴുതാറില്ലേ? ഇന്ത്യൻ നോട്ടിനെ കുറിച്ച് തരാറില്ലേ? അതിന്റെ ഒപ്പം തന്നെ എഴുതി പോയിക്കോളൂ. എളുപ്പമാണ്, നല്ല എളുപ്പമുള്ള ഒരു 10 ക്വസ്റ്റ്യൻ എടുത്തുള്ളൂ. ക്വസ്റ്റ്യൻ മീൻസ് ഫുൾ ഫോമോ. ഓക്കെ, എല്ലാ ചാപ്റ്ററിനും മിക്സ് ചെയ്തിട്ടാണ് കിട്ടേക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആയോ എല്ലാവരും? പേനയൊക്കെ എടുത്ത് റെഡി ആയോ? ഓക്കെ, അപ്പൊ എക്സാം ആണ്, സത്യസന്ധമായിട്ട് എഴുതാം. നിങ്ങൾ തന്നെ സ്വയം ഞാൻ ലാസ്റ്റ് ആൻസർ പറയാൻ നോക്കിയാൽ മതി. ജസ്റ്റ് നമുക്കിവിടെ മാർക്കൊന്നും പ്രശ്നമൊന്നും ഇല്ല. അവരവർ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് എക്സാം നടത്തുന്നത് നമ്മൾ അല്ലെ. കുറെ ലേറ്റ് ആയി കുഴപ്പമില്ല. പറഞ്ഞോട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോ തന്നെ ആ ഫുൾ ഫോം അതിന്റെ ഒപ്പം എഴുതി പോയിക്കോളൂലേ? അതല്ലേ നല്ലത്. ഓക്കെ, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിക്ചർ കാണിക്കാൻ ടീച്ചർ മറന്നു. ഇത്രയും ദിവസം ഗ്യാപ്പ് വാങ്ങിയില്ലേ, അതുകൊണ്ടാണ് മറന്നു പോകുന്നു. ഓക്കെ, ഈ ചാപ്റ്റർ തീരുന്നതിന് മുമ്പ് എന്തായാലും പിക്ചർ കാണിക്കാം കേട്ടോ, പേടിക്കട്ടാ. ഓക്കെ, ഫസ്റ്റ് വൺ എടുത്തോളൂ. MRD. സെക്കൻഡ് പറഞ്ഞോട്ടെ. സെക്കൻഡ് വൺ പെട്ടെന്നോട്ടെ എഴുതി പോണേ. ഞാൻ പറയുന്നതിന് മുൻപ് എഴുതി തുടങ്ങിയിരിക്കണം. അങ്ങനെ എത്ര നന്നായിട്ട് പഠിച്ചിരിക്കല്ലേ. ഫസ്റ്റ് വൺ MRD. ഓക്കെ, സെക്കൻഡ് വൺ MLC. Then third one ETT. Okay, fourth one LDRP. Fifth one PPE. അഞ്ചെണ്ണം കംപ്ലീറ്റ് ആയോ എല്ലാവരുടെയും? 5 എണ്ണം കംപ്ലീറ്റ് ആയോ? ഓക്കെ, പറഞ്ഞോട്ടെ. സിക്സ്ത് വൺ. ഓക്കെ, സിക്സ്ത് വൺ OBG. Seventh one ARDS. 8th one ARDS. 9th one ARDS. 10th one ARDS. 11th one ARDS. 12th one ARDS. 13th one ARDS. 14th one ARDS. 15th one ARDS. 16th one ARDS. 17th one ARDS. 18th one ARDS. 19th one ARDS. 20th one ARDS. 21st one ARDS. 22nd one ARDS. 23rd one ARDS. 24th one ARDS. 25th one ARDS. 26th one ARDS. 27th one ARDS. 28th one ARDS. 29th one ARDS. 30th one ARDS. 31st one ARDS. 32nd one ARDS. 33rd one ARDS. 34th one ARDS. 35th one ARDS. 36th one ARDS. 37th one ARDS. 38th one ARDS. 39th one ARDS. 40th one ARDS. 41st one ARDS. 42nd one ARDS. 43rd one ARDS. 44th one ARDS. 45th one ARDS
ARDS. Then 8th one, TPA. 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 Ninth one, GCS. 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 Then last one, IPD. നല്ലൊരു പോലെ IPD. Okay. Done. കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? എല്ലാവർക്കും ഫുൾ ആണല്ലോ അല്ലേ? ഉറപ്പല്ലേ? എല്ലാവർക്കും 10ൽ 10 തന്നെയല്ലേ? ഓക്കെ, ആൻസർ പറഞ്ഞു പോട്ടെ. ജസ്റ്റ് ആൻസർ പറഞ്ഞു പോകാം. നിങ്ങൾ എഴുതിയിട്ടുള്ള കഥ തന്നെയാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കൂ. ഫസ്റ്റ് വൺ പറഞ്ഞത് MRD. MRD എന്തായിരുന്നു? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. സ്വന്തമായിട്ട് അവനവന്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് പോകാം. ഓക്കെ. സെക്കൻഡ് വൺ MLC. മെഡിക്കൽ ലീഗൽ കേസ്. തേർഡ് ETT. endotracheal tube. ETT, endotracheal tube. Then fourth one LDRP. അത് ചിലപ്പോ കുറച്ച് പേരുടെയൊക്കെ തെറ്റിക്കാണല്ലോ. LDRP നോക്കാട്ടോ. Labor Delivery Recovery and Postpartum. Labor Delivery Recovery and Postpartum. തെറ്റിയത് ചിലപ്പോ തെറ്റാൻ സാധ്യതയുണ്ട് കുറച്ച് പേരുടെയൊക്കെ. ശരിയായോ എല്ലാവരുടെയും? ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനി ഫിഫ്ത് വൺ തെറ്റിപ്പോയി ഒരാളുടെ. ഓക്കെ, കുഴപ്പമില്ല, പഠിക്കണോട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. Then PPE എന്തായിരുന്നു? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. Then OBG obstetrics and gynecology. Obstetrics and gynecology. Then seventh one ARDS. അതും ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. ARDS നോക്കാം. Acute respiratory distress syndrome. Acute respiratory distress syndrome. തെറ്റിപ്പോയോ? അത് എത്ര പേർക്ക് തെറ്റിപ്പോയി? ARDS തെറ്റി. ഓക്കെ, അപ്പൊ തെറ്റിപ്പോയവര് അത് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ അത് പഠിക്കണം കേട്ടോ, കാരണം അത് നമ്മുടെ മൈൻഡിൽ കയറിയിട്ടില്ല. സോ പഠിക്കണം. ഓക്കെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ARDS ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട് എപ്പോഴും എക്സാമിന്. Acute respiratory distress syndrome. Okay. Then TPA. Third party administrator. TPA. Then GCS. Glasgow Coma Scale. Glasgow Coma Scale. Then last one IPD. എല്ലാവരും ശരിയായിട്ടാണല്ലോ. Indoor Patient Department. Okay. അപ്പൊ എനിക്ക് തോന്നുന്നു LDRPയും അതുപോലെ തന്നെ ARDS ആയിരിക്കും നിങ്ങളുടെ തെറ്റിക്കണത് അല്ലെ? ബാക്കി ഞാൻ ശരിയായില്ല എല്ലാവരുടെയും. ഓക്കെ. 10 കിട്ടിയിട്ടുണ്ട്, 9 കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. മാർക്ക് നമ്മൾ നോക്കുന്നില്ല, നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഇനി തെറ്റിപ്പോയത് ഏതൊക്കെയാണോ അത് നന്നായിട്ടൊക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾക്ക് ഏതൊക്കെയാണ് പഠിക്കാത്തത് മനസ്സിലായില്ലേ? അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ബാക്കി പഠിക്കണം. ഓക്കെ.
ഓക്കെ, അപ്പോ എക്സാം ഒക്കെ കിട്ടിയിട്ട് ഹാപ്പി ആയോ എല്ലാവരും? ഹാപ്പി ആയോ? എന്ത് പറ്റി? എക്സാം കഴിഞ്ഞിട്ട് മിണ്ടുന്നില്ലല്ലോ? യെസ് മാം. യെസ് മാം, ഹാപ്പി ആയി. ഓക്കെ അല്ലെ? അപ്പൊ ഏകദേശം നമുക്ക് ഫോമുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഏതാണോ നിങ്ങളുടെ തെറ്റിയത് അതൊന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിക്കണം. ഓക്കെ, മാർക്കൊന്നും നമ്മൾ നോക്കുന്നില്ല, നമ്മൾ എത്രത്തോളം പഠിച്ചെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെറുകിട എക്സാം പോലെ ഇട്ടത് അല്ലെ? അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഏതാണ് നമ്മൾ പഠിക്കാത്തത് അല്ലെങ്കിൽ ഏതാണ് നമുക്ക് കിട്ടാഞ്ഞത് അല്ലെ? അപ്പൊ എന്താണോ തെറ്റിപ്പോയത് അതൊന്ന് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് കഴിയുമ്പോ ഇതുപോലെ തന്നെ ഫുൾ ഫോമിന്റെ എക്സാമുകൾ ഇടാം. എങ്ങനെയാണ്, എന്താ അഭിപ്രായം? അപ്പൊ ഫുൾ ഫോം എങ്കിലും നമ്മൾ പഠിച്ചല്ലോ അല്ലെ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ, മാർക്കൊന്നും നമ്മൾ നോക്കുന്നില്ല, തെറ്റിപ്പോയത് ഏതാണോ അതനുസരിച്ചിട്ടൊന്ന് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി അടുത്ത പോർഷൻസ് എടുക്കാനുണ്ട്. അപ്പൊ അതുവരെ ഇന്ന് വരെ നമ്മൾ എടുത്തത് ഒന്ന് ഭാഗം ഒന്ന് വായിച്ച് നോക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ഓ, പി ജി എന്തായിരുന്നു? ഒബ്സ്ട്രക്സ് ആൻഡ് ഗൈനക്കോളജി. ഓക്കെ, ഇനി ഏതെങ്കിലും ആൻസേഴ്സ് കിട്ടാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് കൊടുക്കണേ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. 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 Thank you, ma'am. ഇനി ഇംഗ്ലീഷ് അല്ലേ? അതെ, ടൈം ടേബിൾ അനുസരിച്ചിട്ട് അതെ.